ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആസ്തെറ്റിക്കൽ ടെക്നിക് എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 3 ആണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് ഇൻട്രോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്താണ്, ഇൻവേഴ്സീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പൊസിഷനിങ് ഓഫ് ദ പേഷ്യൻറ്റ്, പിന്നെ റിക്കവറി റൂം. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇൻട്രോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് പറയാം. അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് മെയിനായിട്ട് പറയുന്നത്. ഇൻട്രോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം. സർജറിയുടെ ടൈമിൽ, അതായത് പ്രീ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കഴിഞ്ഞു പേഷ്യൻറ്റിനെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത് തൊട്ട് സർജറി കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് പേഷ്യൻറ്റിനെ മാറ്റുന്നത് വരയ്ക്കുള്ള ആ ഒരു ടൈമാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ടൈം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ പ്രിവെൻഷൻ ഓഫ് റോങ് സൈറ്റ്, റോങ് പ്രൊസീജിയർ, റോങ് പേഷ്യൻറ്റ് സർജറി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് തെറ്റിയാലും, അതുപോലെ തന്നെ പേഷ്യൻറ്റ് സെയിം ആണെങ്കിലും ആളുടെ പ്രൊസീജിയർ തെറ്റിയാലും, ഇതൊന്നും അല്ലെങ്കിൽ സൈറ്റ് പ്രൊസീജിയർ ചെയ്യുന്ന സൈറ്റ് തെറ്റിയാലും വളരെ ഒരു എന്താണ് നമ്മളുടെ മൊത്തത്തിൽ ആ ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റൈറ്റ് ആയിട്ടുള്ള സൈറ്റ്, റൈറ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ, റൈറ്റ് ആയിട്ടുള്ള പേഷ്യൻറ്റ് എന്നുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് പ്രീ ഓപ്പറേറ്റീവ് വെരിഫിക്കേഷൻ പ്രോസസ്സുകൾ. അതായത് ഒരു ഓപ്പറേഷൻ റൂമിലേക്ക് പേഷ്യൻറ്റ് എൻ്റർ ആവുന്നതിന് മുൻപ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ബാൻഡുകൾ നമ്മൾ വാർഡിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ റൂമിൽ നിന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് മുൻപ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫയൽ നോക്കി അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫിക്കേഷൻ ബാൻഡ്സ് ഒക്കെ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് റെക്കോർഡുകൾ, അതായത് സിസ്റ്റം യൂസിങ് ആണെങ്കിൽ സിസ്റ്റം വഴി നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതും അല്ലെങ്കിൽ ഫയലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അതുവഴി പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും സർജിക്കൽ ടീമിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് അവരുമായി എന്ത് കൊടുക്കണം, ഹാൻഡ് ഓവർ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ എത്തിക്കലായിട്ട് അതുപോലെ ലീഗലായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇൻഫോംഡ് കൺസെൻറ്റ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുൻപത്തെ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് ഇൻഫോംഡ് കൺസെൻറ്റ് എന്താണെന്നുള്ളത്. അന്ന് ജസ്റ്റ് വായിക്കാം കേട്ടോ. പിന്നെ പറയുന്നത് പ്രൊഫഷണൽ അക്കൗണ്ടബിലിറ്റി ആണ്, അതായത് സർജൻസ്, പിന്നെ അനസ്തീഷ്യോളജിസ്റ്റ്, നേഴ്സ്, OT സ്റ്റാഫുകൾ, എല്ലാവർക്കും എന്താണ് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അവരുടെ മെയിനായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ് അല്ലേ. അത് ഒരാളുടെ മാത്രമുള്ള ഒരു ഇതല്ല. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു പേഷ്യൻ്റെ സേഫ്റ്റി നമ്മൾ നോക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് എൻഹാൻസിങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം കോർഡിനേഷൻ. എന്തൊരു സർജറി, ഇതിപ്പോൾ ഒരു ചെറുതാണെങ്കിലും ആയിക്കോട്ടെ വലുതാണെങ്കിലും ആയിക്കോട്ടെ, പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ടീം കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും നമ്മളുടെ ഓപ്പറേഷൻ റൂമിൻ്റെ എൻവയോൺമെൻറ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അല്ലേ. മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ നമുക്ക് എന്താണ്, കോർഡിനേഷൻ തീരെ ഉണ്ടാവില്ല. അത് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനോ അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് പറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണ്, ബയോമെട്രിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ, അതായത് ഫിംഗർ പ്രിന്റ്, ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ, ഇതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് മെത്തേഡുകൾ. ഓക്കെ, പിന്നെ പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ആണ്. അതും നമുക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് മെത്തേഡിൽ വരുന്നതാണ്. പിന്നെ സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റുകളും കാര്യങ്ങളും, ഡിജിറ്റൽ സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റുകൾ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ പറയുന്നത് ഹ്യൂമൻ ഫാക്ടേഴ്സ് ആൻഡ് സിസ്റ്റം ഡിസൈനിങ് ആണ്. അതിൽ മെയിനായിട്ട് പറയുന്നത് ഹ്യൂമൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റം ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ ഐഡന്റിഫിക്കേഷൻ എറേഴ്സ് വരാതിരിക്കാനായിട്ട് നമുക്ക് മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടി ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും OT സ്റ്റാഫിനും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ പറയുന്നത് എർഗണോമിക് ഡിസൈൻ ഓഫ് ദ OR എൻവയോൺമെൻറ്റ്, അതായത് ഫിസിക്കൽ ലേഔട്ട്, അതായത് ഒരു ഓപ്പറേഷൻ റൂമിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, വെരിഫിക്കേഷൻ ടൂളുകൾ എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് ഓരോ ഓപ്പറേഷൻ റൂമിലുള്ളവർക്ക്. സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഇമ്പാക്റ്റ് ഓൺ പേഷ്യൻ്റ് ആൻഡ് ഫാമിലീസ്,
അതെന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് പേഷ്യൻറ്റിൻ്റെ ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് സർജറിക്ക് മുൻപ് തന്നെ പേഷ്യൻറ്റുമായി നമ്മളൊരു ഗുഡ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആങ്സൈറ്റി, സ്ട്രെസ്സ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫാമിലി അഷുറൻസ്, അതായത് സർജിക്കൽ പേഷ്യൻസിൻ്റെ ഫാമിലീസുമായി നമുക്കൊരു അവരുടെ പേടി മാറ്റാനായിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പ്രൊസീജിയർ എന്താണ്, അതനുസരിച്ച് എന്താണ് ആൾക്ക് വരാവുന്ന ബുദ്ധിമുട്ട് എന്താണ്, അല്ലെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഫാമിലീനെ കുറച്ചും കൂടെ കംഫർട്ടബിൾ സോണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഇനി അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് പറയുന്നത്. നമുക്ക് എത്രയൊക്കെ ആണെങ്കിലും ഒരു പേഷ്യൻ്റ് എന്താണ് അവരുടെ സൈറ്റ്, പ്രൊസീജിയർ എന്താണ്, എവിടെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് മിനിമം മോണിറ്ററിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് മിനിമം മോണിറ്ററിങ് ഡിവൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് പേഷ്യൻറ്റിൻ്റെ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് കൊടുക്കുന്ന കെയറും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൽ നമുക്ക് നമുക്ക് എങ്ങനെയൊക്കെയാണ് മോണിറ്ററിങ് ചെയ്യുന്നത്, പേഷ്യൻ്റെ വൈറ്റൽസ് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ മോണിറ്ററിങ്ങിൽ വരുന്നത് അല്ലേ. ദ പേഷ്യൻറ്റ് ഷുഡ് ബി അറ്റാച്ച്ഡ് ടു സ്റ്റാൻഡേർഡ് മോണിറ്ററിങ് ഇൻക്ലൂഡിങ് ECG, ബ്ലഡ് പ്രഷർ, പൾസ് ഓക്സിമെട്രി, പിന്നെ SpO2 ലെവല്, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള മോണിറ്ററിങ്ങിൽ വരുന്നത്. അതുപോലെ തന്നെ IV റൂട്ടും നമ്മൾ എൻഷുർ ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ റീജിയണൽ അനസ്തേഷ്യ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ്, പേഷ്യൻ്റെ പൊസിഷനിങ്ങും എന്തൊക്കെയാണ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് മോണിറ്റേഴ്സ് എന്തൊക്കെയാണ്, അതുള്ളതൊക്കെ നമ്മൾ നോക്കണം എന്നാണ് പറയുന്നത്. ഇനി നോൺ ഇൻവേസീവ് മോണിറ്ററിംഗ് ആണെങ്കിൽ ഇൻട്രോപ്പറേറ്റീവ് പീരീഡിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി, അതുപോലെ തന്നെ സർജിക്കൽ ഔട്ട്കംസ് എങ്ങനെയാണ്, അതുപോലെ എന്തൊക്കെ ടെക്നോളജീസും ടെക്നിക്സും ഉപയോഗിച്ചിട്ടാണ് നമുക്കത് ബോഡി ക്യാവിറ്റീസിലേക്ക് ഇത് എൻ്റർ ആവുന്നത് എന്നുള്ളതൊക്കെ നോക്കി ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാം, പേഷ്യൻറ്റിൻ്റെ ഡിസ്കംഫർട്ട് എങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, നോൺ ഇൻവേസീവ് മോണിറ്ററിങ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് നോൺ ഇൻവേസീവ് മോണിറ്ററിങ്, പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ പറയുന്നത് മിനിമൈസ്ഡ് റിസ്ക് ആണ്. പിന്നെ പേഷ്യൻറ്റിൻ്റെ കംഫർട്ട്, എഫിഷ്യൻസി, ഇത്രയാണ് അതിൽ മെയിനായിട്ട് പറയുന്ന നോൺ ഇൻവേസീവ് മോണിറ്ററിങ്ങിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നോൺ ഇൻവേസീവ് മോണിറ്ററിങ്ങിൽ ഇൻക്ലൂഡ് വരുന്നതാണ് പൾസ് ഓക്സിമെട്രി. എന്താണ് പൾസ് ഓക്സിമെട്രി? നമ്മൾ കഴിഞ്ഞ സെമ്മിൻ്റെ മുന്നത്തെ സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൾസ് ഓക്സിമെട്രിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വേർഷൻ. അതൊരു നോൺ ഇൻവേസീവ് മെത്തേഡാണ്. നമുക്ക് ഓക്സിജൻ്റെ ലെവൽ, നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ സാച്ചുറേഷൻ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പൾസ് ഓക്സിമെട്രി. അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിളിൽ രണ്ടെണ്ണമാണ് വരുന്നത്, സ്പെക്ട്രോഫോട്ടോമെട്രിയും അതുപോലെ തന്നെ രണ്ടാമത് വരുന്നതാണ് പ്ലീതൈസ്മോഗ്രഫി. അതിൽ ഫസ്റ്റ് പറയുന്നത് സ്പെക്ട്രോഫോട്ടോമെട്രി ആണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത് ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ബൈ എ സബ്സ്റ്റൻസ്, ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ അബ്സോർപ്ഷൻ എത്രത്തോളം ഉണ്ട്, ഡീഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ അബ്സോർപ്ഷൻ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ലൈറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്തിലായിരിക്കും വരിക. അതിൻ്റെ അളവിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്ലിക്കേഷൻ വരുന്നത് പൾസ് ഓക്സിമീറ്റർ യൂസ് ലൈറ്റ് എമിറ്റ് ഡയോഡ്സ്. ദ എമിറ്റ് ലൈറ്റ്സ് അറ്റ് 2 സ്പെസിഫിക് വേവ് ലെങ്തിലാണ് വരുന്നത്. റെഡ് ലൈറ്റ് അറൌണ്ട് 660 നാനോമീറ്ററും ഇൻഫ്രാറെഡ് ലൈറ്റ് അറൌണ്ട് 940 നാനോമീറ്റർ. നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് ആ ലൈറ്റ് റേസിൻ്റെ അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് പ്ലീതൈസ്മോഗ്രഫി ആണ്. അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ബ്ലഡിൻ്റെ വോളിയത്തിൽ വരുന്ന ചേഞ്ച്, അതായത് മൈക്രോവാസ്കുലർ ബെഡ് ഓഫ് ടിഷ്യൂ ഡ്യൂറിങ് ദ കാർഡിയാക് സൈക്കിൾ, അതാണ് അതിൽ വരുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷനിൽ ഫോട്ടോ ഡിറ്റക്ടർ വഴിയാണ് നമുക്കിത് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണത്, റിഫ്ലക്ട് ചെയ്യുന്നത് വഴിയാണ് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഇനി പൾസ് ഓക്സിമീറ്ററിൻ്റെ കമ്പോണൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് പറയുന്നത് പ്രോബ് അല്ലെങ്കിൽ സെൻസർ, അതിലൊരു LED ഉണ്ട്. പിന്നെ പറയുന്നത് റെഡും ഇൻഫ്രാറെഡും ലൈറ്റുകളെ എമിറ്റ് ചെയ്യുന്ന ഒരു LED ലൈറ്റ്. ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ടായിരിക്കും, റിഫ്ലക്റ്റഡ് ലൈറ്റിനെയോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ചെയ്യുന്ന ആ ഒരു ലൈറ്റിനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട്. പിന്നെ കോമൺലി ഡിസൈൻ ടു ക്ലിപ്പ് ഓൺ ടു എ ഫിംഗർ ടിപ്പോ അല്ലെങ്കിൽ ഇയർ ലോബിലോ അല്ലെങ്കിൽ ടോയിലോ വെക്കാനായിട്ടുള്ള ഒരു ക്ലിപ്പ് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പ്രോസസ്സിംഗ് യൂണിറ്റിൽ വരുന്നത് നമുക്ക് ഡാറ്റാസിനെ നമുക്ക് കളക്ട് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്ത് SpO2ൻ്റെ ബേസ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ ഡിസ്പ്ലേയിൽ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ എത്രയാണെന്നുള്ളത് അതിൻ്റെ റേറ്റ് നമുക്ക് കാണിച്ചു തരുന്നു. ഡിസ്പ്ലേ ആണ് അതിൽ വരുന്നത്, അതിലാണ് നമ്മൾ പൾസ് റേറ്റ് കാണുന്നത്. ഓക്കെ,
പൾസ് ഓക്സിമെട്രി ഇനി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻട്രോപ്പറേറ്റീവ് മോണിറ്ററിംഗിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിലും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ICUവിൽ, എമർജൻസി മെഡിസിനുകളിൽ, പിന്നെ ഔട്ട് പേഷ്യൻ്റ് ഹോം മോണിറ്ററിങ്, അത് നമ്മൾ ക്രോണിക് ആയിട്ടുള്ള ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസുകളൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ വീട്ടിലുള്ള സമയത്തും നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ നിന്ന് ഈ ഒരു പൾസ് ഓക്സിമെട്രി മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് പൾസ് ഓക്സിമെട്രി ആണ് പറയുന്നത്. നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അത്. അതുപോലെ തന്നെ റിയൽ ടൈം മോണിറ്ററിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി മെത്തേഡാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പോർട്ടബിലിറ്റി, അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അതുപോലെ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഹൈപ്പോക്സീമിയ, അതായത് ഓക്സിജന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പൾസ് ഓക്സിമെട്രിയുടെ ലിമിറ്റേഷൻസ് വരുന്നത്? ആക്യുറസിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വിരലിൽ വെക്കുന്ന സമയത്ത് നെയിൽ പോളിഷോ അതുപോലെ ഡാർക്ക് കളറായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നമ്മുടെ നെയിലുണ്ടെങ്കിൽ റീഡിങ്സ് സെൻസർ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ ഹൈപ്പോക്സിമിയ ഡിറ്റക്ഷൻ ചെയ്യാനായിട്ട് ചില സമയങ്ങളിൽ നമുക്ക് ഡിലേ വരാം. പിന്നെ കാർബൺ മോണോക്സൈഡിന്റെ പോയിസണിങ് വരാനായിട്ട്, അതായത് ഈ ഓക്സി ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്യുന്നത് പോലെ തന്നെ കാർബോക്സി ഹീമോഗ്ലോബിനും നമ്മുടെ ബോഡിയിൽ ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അളവും നമുക്ക് ഒരേപോലെ തന്നെയായിരിക്കും അറിയാൻ പറ്റാതെ ഏതാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ പറയുന്നത് മീഥേമോഗ്ലോബിനിമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് മീഥേം ഗ്ലോബിൻ ലെവലിന്റെ ഇത് കൂടുകയാണ് ചെയ്യുന്നത് പൾസ് ഓക്സിമെട്രി റീഡിങ്ങിൽ. അത് ഇന്നാക്യുറേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണുക. പിന്നെ ലിമിറ്റഡ് സ്കോപ്പാണ്, അതായത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺലി ഓൺ ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് പൾസ് റേറ്റ്. അതിൽ ഓക്സിജൻ സാച്ചുറേഷനും പൾസ് റേറ്റും മാത്രമേ നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവലോ ആസിഡ് ബേസ് സ്റ്റാറ്റസോ ഒന്നും നമുക്കതിൽ അറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പൾസ് ഓക്സിമെട്രിയുടെ അഡ്വാൻസ്മെന്റുകളിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഇംപ്രൂവ്ഡ് സെൻസേഴ്സ്, അതായത് ന്യൂ സെൻസേഴ്സ് ആർ ഡിസൈൻ ടു ബി മോർ ആക്യുറേറ്റ് ഇൻ ലോ perfusion states and less susceptible to interference from movement and ambient light. അതായത് സെൻസർ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. പിന്നെ മൾട്ടി വേവ് ലെങ്ത് ഓക്സിമീറ്റേഴ്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വയർലെസ് കണക്ടിവിറ്റി ആകുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമുക്ക്, അതായത് എന്താണ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ വയർലെസ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും പോർട്ട് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ ഈസി മെത്തേഡാണ്. വിയറബിൾ ഡിവൈസ് ആകുമ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൽഗോരിതവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ ഈസിയാണ് എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് പൾസ് ഓക്സിമെട്രിയിൽ വരുന്നത്. പൾസ് ഓക്സിമെട്രി എന്ന് പറയുമ്പോൾ നമുക്ക് മോഡേൺ മെഡിസിനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പേഷ്യന്റിന്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സാച്ചുറേഷൻ ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ECG ആണ്.